കന്യായപ്പന്മാർ വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളന്നൊന്നും ഒരു സ്വാമിയും ഒരാളോടും പറഞ്ഞിട്ടില്ല. അയ്യപ്പൻ ആരാധിക്കുന്ന ദേവതയാണ്. ആ അയ്യപ്പന്റെ പാരമ്പര്യമാണ് നമുക്കും വേണ്ടത്. പൊതുവിൽ ഏറ്റവും വലിയ ദേവി ഉപാസകനായിട്ടുള്ള ഒരാൾ താമസിക്കുന്ന നാടാണ് കേരളം. ഏറ്റവും വലിയ ആള്. അദ്ദേഹത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ദേവി ഉപാസകൻ ഇല്ല ശരിക്കും. അദ്ദേഹം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദേവി ആരാധിക്കാൻ അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാനെ കാണാനാണ് 41 ദിവസം വ്രതം എടുത്ത് കെട്ടി നിറച്ച് നമ്മൾ പോകുന്നത്. സാക്ഷാൽ സ്വാമി. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുള്ള എളിയ അഭ്യർത്ഥന, ദയവായിട്ട് സിനിമാ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കന്യായപ്പന്മാർ വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളന്നൊന്നും ഒരു സ്വാമിയും ഒരാളോടും പറഞ്ഞിട്ടില്ല. മകരവിളക്ക് കാലത്ത് അവസാന ദിവസം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്ന മാളികപ്പുറത്തമ്മ. അവിടെ ചെല്ലുമ്പോൾ ശരക്കോലുകൾ നിറഞ്ഞതായിട്ട് കാണുന്നു. ഈ വർഷം എന്റെ കല്യാണം നടക്കില്ല എന്ന് കരുതി വാദ്യവും ഘോഷമൊക്കെ ഉപേക്ഷിച്ച് സൈലന്റ് ആയിട്ട് പോയി കരയണ മാളികപ്പുറത്തമ്മ. ടിവിക്കാരുണ്ടാക്കിയതാ. പാവം മാളികപ്പുറത്തമ്മയ്ക്ക് എഴുന്നള്ളിപ്പേ ഇല്ല. നമ്മളിങ്ങനെ അതൊക്കെ കേട്ട് അയ്യോ പാവം. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഗോരകുന്നത്തുനിന്ന് ഒരു കന്നിസ്വാമി മലക്കി പോയി എന്ന് കരുതുക. അയാൾ പോയിട്ട് മാളികപ്പുറത്തമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ മാളികപ്പുറത്തമ്മ എന്ത് മെന്റാലിറ്റിയിൽ അയാളെ കാണേണ്ടത്? ഉസ്താ, നീ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ. നമ്മളാണ് നമ്മുടെ ഈശ്വരന്മാരെയൊക്കെ ഇങ്ങനെ താഴ്ത്തി കിട്ടണം. വേണ്ടാത്ത കഥകൾ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും പഠിച്ചിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടിയാവുമ്പോഴേ പഠിപ്പിക്കും. അയ്യപ്പന്മാര് പോരാത്ത കാലത്ത് അയ്യപ്പൻ കല്യാണം കഴിക്കിട്ടോ. ഒരു പ്രഭാഷണം വൃശ്ചികമാസത്തെ കാലത്ത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു പെൺകുട്ടി ചോദിച്ചു, ഏട്ടാ ഈ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ആള് ത്രികാലജ്ഞാനിയല്ലേ? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. ഭഗവാൻ ഭൂതം ഭാവി വർത്തമാനം അറിയാവുന്ന പരബ്രഹ്മാണെന്ന് പറഞ്ഞു അയ്യപ്പൻ. എടുത്ത വഴിക്ക് ആ കുട്ടി അയമ്മ ധിക്കാരപരമായിട്ട് ചോദിച്ചതല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആ കുട്ടി വളരെ ഭവ്യതയോടുകൂടി എന്നോട് ചോദിച്ചു, അങ്ങനെയുള്ള സ്വാമിക്ക് അറിയില്ല ഏട്ടാ സ്വാമിയുടെ കല്യാണം നടക്കില്ല എന്ന്? പിന്നെ എന്തിനൊരു പെണ്ണിന് വാക്കു കൊടുത്തു? ഈ ചോദ്യം നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ ഭാവിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നമ്മള് സിനിമാ കഥ എടുത്ത് പറഞ്ഞു കൊടുക്കുക. 974 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനൊരു കഥ ഉണ്ട്. ഭഗവാൻ നമസ്കരിക്കുന്ന ദേവതയാണ് മാളികപ്പുറത്തമ്മ. മനസ്സിലാക്കുക. മകരവിളക്ക് കാലത്ത് 18-ാം പടിയിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൽ നിന്നുണ്ട്. എത്രയോ ദിവസം, ഓരോ ദിവസവും മാളികപ്പുറം ക്ഷേത്രം കാണുന്ന സമയത്ത് ഭഗവാന്റെ തടമ്പ് ചെരിക്കും. ഇങ്ങനെ കണ്ടിട്ടാണ്. വീഡിയോ ഉണ്ട് യൂട്യൂബില്. എന്തിന്? മകൻ അമ്മയെ നമസ്കരിക്കുന്നതാണ് സങ്കല്പം. മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നത് ഭഗവാന്റെ അമ്മയാണ്, അല്ലാതെ കാമുകിയെന്നല്ല. പഠിപ്പിക്കരുത് കുട്ടികളെ. അയ്യപ്പൻ ആരാധിക്കുന്ന ദേവതയാണ്. ആ അയ്യപ്പന്റെ പാരമ്പര്യമാണ് നമുക്കും വേണ്ടത്. എവിടെ ചെന്നാലും നമ്മളുടെ ഭഗവതിയെ നമ്മുടെ കൂടെ കൊണ്ടുപോയിക്കൊള്ളണം. പന്തളം രാജകുടുംബം പറയുന്നത് മധുര മീനാക്ഷിയാണെന്ന്. ഭഗവാൻ അവതാര ഉദ്ദേശം പൂർത്തിയായിട്ട് മലയ്ക്ക് പോയപ്പോ തന്റെ പരദേവതയ്ക്ക് തന്റെ സന്നിധാനത്തിലെടുത്ത് സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പറയാനുണ്ട്, വനവാസികളായിട്ടുള്ള ആൾക്കാർ ആരാധിച്ചിരുന്ന ഒരു ദേവതയായിരുന്നു സ്വാമി. അവിടെ ചെന്നപ്പോൾ ആ ദേവതയ്ക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്തു. എങ്ങനെയായാലും ദേവി ആരാധിച്ച ആളുടെ പേരാണ് അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ. അല്ലാണ്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ആളല്ല. ഗുഡ് ബി അതല്ല. ഫിയാൻസി റിലേഷൻ അല്ല അവർ തമ്മിലുള്ളത്. അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് ഇല്ലാത്ത കഥകളൊക്കെ മാറ്റിവെച്ച് ആ ഭഗവാനെ പോലെ കാണുന്ന ഓരോ സ്ത്രീയിലും നോക്കൂ. 5 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 59 വയസ്സോ 99 വയസ്സോ എത്ര ആയിക്കൊള്ളട്ടെ, അത്രയും പ്രായമുള്ള മുത്തശ്ശീൽ വരെ അമ്മയെ കാണുന്ന ഒരു ദേവതാ ചൈതന്യം സനാതന ധർമ്മത്തിലുണ്ടെങ്കിൽ അത് അയ്യപ്പസ്വാമിയാണ്. 10 വയസ്സുള്ള പെൺകുട്ടിയും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ്. 99 വയസ്സുള്ള മുത്തശ്ശിയും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ്. അത്ര റെസ്പെക്റ്റ് ആണ് സ്ത്രീകൾക്ക്. ഞാൻ പറഞ്ഞു, സ്ത്രീയെ ആരാധിക്കുക എന്നുള്ളത് ദേവി ആരാധനയുടെ ഏറ്റവും ബേസ്. ഭഗവാൻ നിങ്ങൾക്ക് തുറന്ന് റെസ്പെക്ട് എത്ര നിങ്ങൾക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ദയവായിട്ട് ഏതെങ്കിലും ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളെന്നും അങ്ങോട്ട് കാണാൻ വരണ്ടെന്ന് പറഞ്ഞില്ലെന്ന് പറയരുതേ. നിങ്ങൾക്ക് തരുന്ന റെസ്പെക്ട് കൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടേ അടങ്ങൂ എന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് പന്തളം രാജകൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ തമ്പുരാട്ടിമാരോട് പറയുക, നിങ്ങളുടെ അയ്യപ്പൻ വല്ലാത്തൊരാളാണ്. 10 വയസ്സിന്റെ 59 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പണ്ട് പോയത് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ മുട്ട് മടങ്ങണില്ല, ഇനി പോകാൻ പറ്റുമെന്ന് അറിയൂല. എന്തിനു ഞങ്ങളോട് ഇത് ചെയ്തു? അവർ കൈ കൂപ്പിക്കൊണ്ട് പറയും, നിങ്ങൾക്ക് അപ്പോഴെങ്കിലും പോവാലോ, ഈ കുടുംബത്തിൽ ഒന്ന് ജനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോകാനേ പറ്റില്ല.
പന്താൻ താഴ്വഴിയിലുള്ള ഒരു സ്ത്രീക്കും 10 വയസ്സിന് മുമ്പോ 59 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമോ ശബരിമല പോകാൻ പറ്റില്ല. 10 വയസ്സിന് മുമ്പും പറ്റില്ല, പ്രായപരിധി കഴിഞ്ഞാലും പറ്റില്ല, ജമ്മത്ത് പോകാൻ പറ്റില്ല. നമുക്ക് എപ്പോഴേലും ഒക്കെ പോകാലോ. അങ്ങനെ ഭഗവാൻ ഇളവ് കൊടുക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ? ഭഗവാൻ കൊടുത്തില്ലല്ലോ, നെപ്പോട്ടിസം കാണിച്ചില്ലല്ലോ. നിങ്ങൾ വരിക വേണ്ട, ബാക്കിയുള്ളവരുള്ള സമയത്ത് വരട്ടെ എന്ന് പറഞ്ഞത്. പിന്നെ ഈ മലയ്ക്ക് പോകുന്ന എന്നെ പോലുള്ള പുരുഷ കേസരികൾ 41 ദിവസം 11 ദിവസം 20 ദിവസം വാട്ടവർ വ്രതം എടുക്കുന്നു. സത്യമായിട്ട് നമ്മുടെ സനാതന ധർമ്മത്തെ ഇന്നിങ്ങനെ നിലനിർത്തുന്ന ഒരു ചൈതന്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിറഞ്ഞു നിർത്തുന്നത് അയ്യപ്പസ്വാമിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം നമ്മളെ കാത്ത് ആ 18 മലകളുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ പോയി നമ്മൾ കാണുന്ന സമയത്ത് ഇന്നത്തെ കാലം അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത കാലം. ഇന്ന് ട്രാവലർ എടുത്ത് എല്ലാ ഫ്രണ്ട്സോടെ ചേർന്ന് പമ്പാ ഗണപതി ലൗഡ് സ്പീക്കറിൽ ഇട്ട് പോണ കാലമല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലം. ഞാൻ ആ കാലത്തുള്ള ആളാ. അതിന് മുമ്പുള്ള ശബരിമല കണ്ടിട്ടുള്ള ചില കാരണവന്മാരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. നടന്നു പോയിരുന്ന കാലം, തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ലാത്ത കാലം. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാം, കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവാം, അസുഖം വന്ന് മരിക്കാം, പോയാൽ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ തിരിച്ചു വരുമ്പോ പോയാള് ഭഗവാനെ പോയി സന്നിധാനത്ത് പോയി കാണുന്ന സമയത്ത് ഭഗവാൻ അവരുടെ മനസ്സിൽ തോന്നിക്കിത്രേ, സ്വാമി എടുത്ത വ്രതം കൊണ്ടോ എന്നോട് അങ്ങ് കാണിച്ച അതിയായിട്ടുള്ള ഭക്തി കൊണ്ടോ മാത്രമല്ല ഇവിടെ വരെ എത്തിയതും ഇനി നാട്ടിൽ തിരിച്ചു പോകാൻ പോണതും. സ്വാമി വീട്ടിൽ നിന്ന് പോന്നപ്പോ തൊട്ട് കെടാവിളക്ക് കത്തിച്ചു വെച്ച് സ്വാമിയുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. വീട്ടിലെ പുരുഷന്മാർ മലയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ കെടാവിളക്ക് കത്തിച്ച് ഭഗവാനോട് പറയും, ഭഗവാനെ ഞങ്ങളുടെ വീട്ടിലത്തെ ആണുങ്ങൾ അങ്ങേ കാണാൻ പറ്റുന്നുണ്ട്, കാത്തോളണേന്ന്. അത് കേട്ടിട്ട് അത്രേ ഭഗവാൻ സംരക്ഷിക്കുന്നത്. അതിന്റെയും കൂടി ബേസിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്, 41 ദിവസം സ്വാമി എടുത്ത വ്രതം ഇത്രയും ദിവസം കൊണ്ട് അവർ അനുഭവിച്ചു കഴിഞ്ഞു സ്ത്രീകൾ. അതാണ് അയ്യപ്പൻ. അങ്ങനെയുള്ള ഭഗവാനെയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടിയതിന് പാണ്ഡ്യേശ വംശതിലകം കേരളയെ കേളി വിഗ്രഹം, പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും ഈ കേരളത്തിന്റെ ഭൂമിയിൽ ഈ കേരളത്തിന്റെ ഐശ്വര്യമായിട്ട് ഇന്ന് നിലകൊള്ളുകയും ചെയ്യുന്ന ആ ഭഗവാൻ ഏറ്റവും വലിയൊരു ദേവീഭക്തനായിരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്